കോട്ടയം കറുകച്ചാലിൽ തോട്ടിലേക്ക് കാർ മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുന്നു. 3 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അഖിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഖിൽ, താഴ്ചയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. തോട്ടിലധികം വെള്ളമില്ലെങ്കിലും ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഇന്ന് വൈകുന്നേരം 3:45 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. കറുകച്ചാൽ ആശ്രമപ്പടിയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഈ വാഹനം നേരെ വന്ന് സംരക്ഷണ ഭിത്തിയിൽ നിന്നും ഇടിച്ച ശേഷം ഈ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഈ മറിഞ്ഞ തോടിന്റെ ഈ വാഹനത്തിന്റെ അടിയിൽ മറിഞ്ഞു നടക്കുന്ന വാഹനത്തിന് അടിയിലേക്ക് ഒരാൾ പെട്ടു. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പ്രദേശവാസികളോടും പോലീസിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ എറണാകുളം സ്വദേശി, അതായത് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. എറണാകുളം സ്വദേശിയായ സുഹൃത്തിന്റെ വാഹനത്തിൽ മംഗളൂരു സ്വദേശികളായ മറ്റു 4 പേർ ചേർന്ന് സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. ഇവർ കൃത്യമായി എവിടെയുള്ളവരാണെന്നോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മരിച്ച ആളെ കുറിച്ചുള്ള പേരോ മറ്റു വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 പേർ വാഹനത്തിലുണ്ടായത്. അതിൽ 3 പേർക്ക് പരിക്കേറ്റു. അതിൽ ഒരാൾക്ക് കുറച്ചുകൂടി സാരമായ പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരിച്ചവരിൽ ഒരാൾ മധ്യവയസ്കൻ തന്നെയാണെന്നാണ് പോലീസും പറയുന്നത്. ഇത്തരത്തിൽ ഈ വാഹനം മറിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ അടിയിലേക്ക്, അതായത് ഈ വാഹനം മറിഞ്ഞ വാഹനത്തിന്റെ അടിയിലേക്ക് ഒരാൾ പെട്ടുപോവുകയും അയാളെ പിന്നീട് പുറത്തെടുക്കാൻ വന്ന കാലതാമസമാണ് ഈ മരണത്തിലേക്ക് നയിച്ച് പരിക്കേറ്റവരെന്നാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കൃത്യമായ പോലീസിന് വരില്ല. ഒരു ഇടുങ്ങിയ സ്ഥലമോ അല്ലെങ്കിൽ വീതി കുറഞ്ഞ സ്ഥലമോ ഒന്നുമല്ല. അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. പക്ഷേ ഈ പതിച്ചത് ഏകദേശം 10-15 അടിയോളം വരുന്ന താഴ്ചയിലേക്കാണ് ഇത്തരത്തിൽ ഈ കാർ പതിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ തന്നെയാണ് ഒരാൾ ഇതിനടിയിലേക്ക് പെടുകയും ചെയ്തത്. ഈ നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഡോറും ചില്ലും ഒക്കെ പൊളിച്ച്, അതായത് ഫോർച്യൂണർ കാറാണ്, ഇതിന്റെ ഗ്ലാസും അത് മറ്റേ തകർത്ത ശേഷമാണ് ഈ ആളുകളെ പുറത്തെടുത്തത്. ഈ അടിയിൽപ്പെട്ട ആളെ പുറത്തെടുക്കാൻ കുറച്ചുകൂടി കാലതാമസം ഉണ്ടായി. കയറൊക്കെ കെട്ടി ഈ വാഹനം വലിച്ച് പുറത്തെടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ വൈകിയ കാലതാമസം ഒക്കെ തന്നെ മരണത്തിന്റെ കാരണത്തിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റ് ഉള്ള ആളുകളുടെ പരിക്കും അത്ര ഗുരുതരമല്ല എന്നാണ്. പക്ഷേ ഒരാൾക്ക് സാരമായ പരിക്കുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവരെ എവിടെയുള്ളവരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതേ ഉള്ളൂ. പോലീസ് അതിലുള്ള അന്വേഷണത്തിലാണ്. കാരണം ഈ വാഹനത്തിലുള്ള 5 പേർക്കും പരിക്കുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ മറ്റ് ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിരിക്കുകയാണ്. ഈ മരിച്ച ആളെ കുറിച്ചുള്ള കൃത്യമായ വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ എവിടെ എന്തോ ഒരു ഒഫീഷ്യൽ സംബന്ധമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് പോയി വരുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനിത, ശരി, കറുകച്ചാലിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരാൾ മരിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.